അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് പരിശുദ്ധ റമദാനിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ തറാവീഹ് നിസ്കരിച്ച, പൂർണ്ണമായി 30 ദിവസവും തറാവീഹ് ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന 7 അത്ഭുതകരമായ പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമുക്കറിയാം, നിസ്കാരങ്ങളിൽ നമ്മൾ സാധാരണ നിസ്കരിക്കാറുള്ള നിസ്കാരങ്ങളിൽ വളരെ ചുരുങ്ങിയ റക്അത്തുകളാണുള്ളത്. എന്നാൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കണം. കൂടെ വിത്ർ ഉണ്ടാകും, ഇശാ ഉണ്ടാകും, അതുപോലെ തന്നെ ഇശാഇൻ്റെ റവാത്തിബ് സുന്നത്തും ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് റക്അത്തുകൾ ഒരുമിച്ച് നിസ്കരിക്കേണ്ട റമദാനിൻ്റെ 30 ദിവസങ്ങൾ മുടങ്ങാതെ പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് സ്ത്രീകൾ നിസ്കരിക്കുന്ന ആളുകളോ ജമാഅത്തായിട്ടോ അല്ലാതെയോ മുടങ്ങാതെ നിസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, അല്ലേ? പള്ളികളിലൊക്കെ വളരെ പ്രായം ചെന്ന 60, 70, 80 വയസ്സായ ആളുകളൊക്കെ തറാവീഹ് മുടങ്ങാതെ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പള്ളിയിലേക്ക് 30 ദിവസവും റമദാനിന് വരുന്ന ആളുകളുണ്ട്. വല്ലാത്തൊരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തറാവീഹുകളൊക്കെ സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് ഈ തറാവീഹ് മുടങ്ങാതെ നിസ്കരിച്ച ആളുകൾക്ക് എന്താണ് ഗുണം, അല്ലേ? വലിയ ബുദ്ധിമുട്ടുള്ള നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. കാരണം പകല് മുഴുവനും പട്ടിണിയാണ്. നോമ്പനുഷ്ഠിച്ച് വെയിൽ കൊണ്ട് ദാഹിച്ച് അവശരായി നിൽക്കുന്ന ആളുകൾ മഗ്രിബിയോടുകൂടെ നോമ്പ് തുറക്കാണ്. അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം പിന്നീട് വളരെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുക്കും. ഇശാ ബാങ്ക് കൊടുത്താൽ വേഗം പള്ളിയിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളൊരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. മാത്രമല്ല, അത് ഒരുപാട് റക്അത്തുകൾ ഉണ്ട് താനും. എന്നിട്ടും വളരെ ഉത്സാഹത്തോടുകൂടെ, ഒരൊറ്റ എണ്ണം പോലും മുടക്കുകയില്ല എന്ന വാശിയോടുകൂടെ പള്ളിയിലേക്ക് വരുന്ന പ്രായം ചെന്ന ആളുകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കുളിർമയാണ് മനസ്സിന്. അത് കാണുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും. എന്നാൽ എല്ലാ ആരോഗ്യം ഉണ്ടായിട്ടും ഫർദ് നിസ്കരിക്കാത്ത എത്ര ആൾക്കാരുണ്ട്. ഇവിടെ ഒന്നിനും കഴിയാതെ, ഭക്ഷണം പോലും നേരെ കഴിക്കാൻ കഴിയാതെ, നോമ്പ് പോലും എങ്ങനെയൊക്കെയാണ് അവർ നോറ്റു വീട്ടുന്നത്. എന്നിട്ടും പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന വൃദ്ധരായ വാർദ്ധക്യത്തിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ, അതുപോലെ തന്നെ സ്ത്രീകൾ വീട്ടിൽ നോമ്പനുഷ്ഠിച്ച് വൈകുന്നേരം അസ്ർ നിസ്കാരം കഴിഞ്ഞ മുഴുവൻ സമയവും അടുക്കളയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നു. ആ ചൂടത്ത് കഷ്ടപ്പെട്ട് ഭക്ഷണം പാകം ചെയ്ത് നോമ്പ് തുറന്ന് അവശരായി നിൽക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് വേണം തറാവീഹ് നിസ്കരിക്കാൻ എന്ന് കരുതി നിൽക്കുന്ന, വളരെ ഉത്സാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പരിശുദ്ധ റമദാനിൻ്റെ 30 ദിവസവും തറാവീഹുകൾ എല്ലാ വർഷവും മുടങ്ങാതെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വല്ലാത്ത ആളുകളാണ്, വല്ലാത്ത ഈമാനുള്ള ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. മരണം വരെ തറാവീഹുകളൊക്കെ മുടങ്ങാതെ എല്ലാ ദിവസവും നിർവഹിക്കാനുള്ള ആരോഗ്യവും മനസ്സും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന 7 പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സബഉ ഫളാഇൽ ലിമൻ സ്വല്ല തറാവീഹ തൂല റമദാൻ. റമദാനിലുടനീളം മുടങ്ങാതെ എല്ലാ ദിവസവും തറാവീഹ് നിസ്കരിച്ചാൽ ലഭിക്കുന്ന 7 ഗുണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ച്, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയോടുകൂടെ റമദാനിൻ്റെ രാത്രി നിന്ന് നിസ്കരിച്ചാൽ അവനിൽ നിന്ന് വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് മാപ്പ് ചെയ്തു കൊടുക്കുമെന്നാണ്. അത് ഒരു ഹദീസാണ്. ഇനി നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഒന്നാമത്തെ പ്രതിഫലം പറയുന്നത് മഗ്ഫിറത്തു ദുനൂബാണ്. പാപങ്ങൾക്ക് അവനക്ക് മാപ്പ് കൊടുക്കും. ചിലപ്പോൾ ഒരു കാലത്ത് വലിയ തെറ്റുകൾ ചെയ്ത ആളുകളായിരിക്കും, കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ യുവാവായിരിക്കുമ്പോഴൊക്കെ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഈ തെറ്റുകളൊക്കെ എങ്ങനെയാണ് അള്ളാഹു പുറത്തു തരിക? മരിക്കുന്നതിൻ്റെ മുമ്പ് പാപങ്ങളിൽ നിന്നെല്ലാം മുക്തനായിട്ട് വേണ്ടേ മരിക്കാൻ? തറാവീഹ് നിസ്കരിച്ചാൽ മതി. തറാവീഹ് മുടങ്ങാതെ വന്നാൽ മതി. 50 വയസ്സും ഞാനൊരു കള്ളുകുടിയനായിരുന്നു. 51ാമത്തെ വയസ്സിലാണ് മനസ്സിലൊരു ഈമാനിൻ്റെ പ്രകാശം വിരിയാൻ തുടങ്ങുന്നത്. അത് മതി. തറാവീഹ് മുടങ്ങാതെ നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അത്രയും കാലം മദ്യപിച്ചതൊക്കെ അള്ളാഹു ഒഴിവാക്കി കൊടുക്കും.
അത്രയും കാലം വ്യഭിചരിച്ചത് മുഴുവനും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും. എന്താണ് വേണ്ടത്? പരിശുദ്ധമായ റമദാനിന്റെ 30 ദിവസവും തറാവീഹ് നിസ്കരിച്ചാൽ മതി. അപ്പൊ പറയാം, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അതാ പറഞ്ഞത്, ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസ്കരിക്കുന്ന വൃദ്ധരായ ആളുകളെ കാണണമെങ്കിൽ ഓരോ ദിവസവും പല പള്ളികളിലേക്കൊന്ന് പോയി നോക്കൂ. പ്രായം ചെന്ന ഉപ്പമാര് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തെ പ്രതിഫലം അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നുള്ളതാണ്. അത് ചെറിയ പാപമാണെങ്കിലും വലിയ പാപങ്ങളാണെങ്കിലും ആ തറാവീഹ് നിസ്കരിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും. അല്ലേ? മഹാന്മാരായ സ്വഹാബികളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടാണ് പള്ളിയിലേക്ക് മുടങ്ങാതെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി വന്നിരുന്നത് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് അജ്റു ഖിയാമു ലൈലത്തിൻ കാമില, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം. അത് വല്ലാത്തൊരു കിട്ടലാണ്. റമളാൻ മാസം 30 ദിവസവും പള്ളിയിലേക്ക് തറാവീഹിന് വന്ന മനുഷ്യൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹ് ബാങ്ക് കൊടുക്കുന്നത് വരെ നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം വെറും 1 മണിക്കൂർ മാത്രം തറാവീഹ് നിസ്കരിച്ചാൽ കിട്ടുന്നു. വേറെ ആർക്കാ അപ്പം അത് കിട്ടുക? തറാവീഹ് നിസ്കരിച്ച അല്ലാഹ് തരുന്ന പ്രതിഫലത്തിൻ്റെ ആഴമൊന്ന് നോക്കൂ. റമളാൻ മാസത്തിൽ തറാവീഹ് വളരെ ചുരുങ്ങിയ സമയം 30 മിനിറ്റ് അല്ലെങ്കിൽ 3/4 മണിക്കൂർ, ഏറി വന്ന 1 മണിക്കൂർ നിസ്കരിച്ചാൽ നേരം പുലരുവോളം നിസ്കരിച്ച പ്രതിഫലം. അപ്പൊ 30 ദിവസം നിസ്കരിച്ചാലോ റമളാൻ മുഴുവനും രാത്രി നിന്ന് നിസ്കരിച്ച പ്രതിഫലം തറാവീഹ് മുടങ്ങാതെ വന്ന് നിസ്കരിച്ചവന് കിട്ടുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലേ? മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല. പള്ളിയിൽ ജമാഅത്തായിട്ട് ഒരു മനുഷ്യൻ തറാവീഹ് മുഴുവൻ മുടങ്ങാതെ നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ ലഹു ഖിയാമു ലൈല, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലം. അല്ലേ? നമുക്ക് ബുദ്ധിമുട്ട് കുറവാണ്, കിട്ടുന്നതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാലോ നേരം പുലരുവോളം നമ്മെ കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? മഹാന്മാരുടെ വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് അതിനുള്ള ഈമാനുണ്ടോ? എന്നാൽ തറാവീഹ് നിസ്കരിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ മുഴുവനും നിസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്നാണ് മഹാന്മാരെ രേഖപ്പെടുത്തുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് റഫ്ഉ ദറജാതി ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കും. സ്വർഗത്തിൽ പല ആളുകളും പോകും, പല ഇബാദത്ത് ചെയ്ത ആളുകൾ പോകും. എന്നാൽ ആ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ദറജ, അവിടെ ലഭിക്കുന്ന ദറജ, പദവി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ചില ആളുകൾക്ക് അല്ലാഹു നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ വെച്ച് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഉയർന്ന പദവികൾ തരുമെന്ന് അല്ലെങ്കിൽ നൽകുമെന്ന്. തറാവീഹ് നിസ്കരിച്ചാൽ മതി. വെറും സ്വർഗമല്ല കിട്ടുന്നത്, സ്വർഗീയമായ ഉയർന്ന പദവിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇനി നാലാമത്തത് നൂറും ഫിൽ ഖൽബി വൽ വജ്ഹി. ആ 30 ദിവസത്തെ തറാവീഹ് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്നൊരു ഈമാനിൻ്റെ പ്രകാശമുണ്ട്, വല്ലാത്തൊരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് പ്രകടമാകും. ഹൃദയം നിറഞ്ഞ്, കണ്ണ് നിറഞ്ഞ് അവരുടെ മുഖത്ത് ഈമാനിൻ്റെ സമാധാനത്തിൻ്റെ പ്രകാശം കാണാൻ പറ്റും എന്ന് മഹാന്മാർ പറയാണ്. ഇന്ന ത്വാഅത നൂറും ഫിൽ ഖൽബ്, ആരാധന എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശമാണ്. 30 ദിവസം പള്ളിയിൽ വന്നിട്ട് റമളാനിൻ്റെ അവസാനത്തെ തറാവീഹ് സലാം കിട്ടുമ്പോൾ മനസ്സിനുണ്ടാകുന്നൊരു ആത്മസംതൃപ്തി, എല്ലാം നേടിയെടുത്തു എന്നുള്ളൊരു സന്തോഷം, എല്ലാം കിട്ടി എന്നുള്ളൊരു സമാധാനം അവരുടെ ഹൃദയത്തിലും അവരുടെ മനസ്സിലും അവരുടെ മുഖത്തും ആ പ്രകാശമുണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. നൂറും ഫിൽ ഖൽബി വൽ വജ്ഹി, അവരുടെ മുഖത്തും അവരുടെ ഖൽബിലും ആ തറാവീഹിൻ്റെ പ്രകാശമുണ്ടാകും. ഇനി അഞ്ചാമത്തത് മഹബ്ബത്തുല്ലാഹി ലിൽ അബ്ദി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് കിട്ടുമെന്നുള്ളതാണ്. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം കിട്ടും. അല്ലേ? പല ആൾക്കാരും റമളാനിൽ നോമ്പ് പോലും നോൽക്കുന്നില്ല. നോമ്പെടുത്ത് രാത്രി കഷ്ടപ്പെട്ട് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്ക് അള്ളാഹിൻ്റെ സ്നേഹം കിട്ടാതിരിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹം കൊടുക്കാതിരിക്കുമോ? അത് രാത്രി മുഴുവനും പകൽ മുഴുവനും പട്ടിണി കിടന്ന് ആ നോമ്പ് തുറന്ന ക്ഷീണം വകവെക്കാതെ പള്ളിയിലേക്ക് വന്നിട്ട് നിസ്കരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കാതിരിക്കുമോ? അള്ളാഹ് പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഒരിക്കലും റബ്ബ് കൈവിടില്ല എന്നാണ് മഹാന്മാർ പറയുന്നത്.
അതുകൊണ്ട് തറാവീഹ് 30 നിസ്കരിച്ച ആളുകൾ ഒരിക്കലും ഖേദിക്കേണ്ടതില്ല. അള്ളാഹു കൂടെയുണ്ടാകും. അള്ളാഹുവിൻ്റെ കരുണ, അള്ളാഹുവിൻ്റെ സ്നേഹം കൂടെയുണ്ടാകും. പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ഇനി 6-മത്തതാണ് തുമഇനീനത്തുൽ ഖൽബ്. ഒരു വല്ലാത്ത മനഃശാന്തി, വല്ലാത്തൊരു സമാധാനമുണ്ടാകും അടുത്ത വർഷത്തെ റമദാൻ വരെ. അല്ലേ? തറാവീഹ് മുഴുവനും ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷനാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, ഒരു മനസമാധാനം. തറാവീഹ് നിസ്കരിച്ചാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചു നോക്കി, ദുനിയാവിൻ്റെ പ്രശ്നങ്ങളൊക്കെ മറന്ന് അള്ളാഹു നിങ്ങളുടെ മനസ്സിനൊരു വല്ലാത്ത സമാധാനം നൽകും. സമ്പത്ത് കിട്ടിയാൽ കിട്ടാത്ത, വലിയ കോടീശ്വരനായാൽ കിട്ടാത്ത, നിങ്ങൾക്ക് എന്ത് തന്നെ ദുനിയാവിൽ നേടിയാലും കിട്ടാത്ത ഒരു വലിയ മനസമാധാനം കിട്ടും. എപ്പോ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ. തറാവീഹ് നിസ്കരിച്ച ആളുകൾക്ക് ആ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് മനഃശാന്തി കിട്ടുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി 7-മത്തത്, അവസാനത്തെ അടയാളം, അവസാനത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ഫൗസു ലൈലത്തുൽ ഖദർ. ഇനി എന്താ വേണ്ടത്? അവസാനത്തത് ഫൗസു ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറും അവർക്ക് അല്ലാഹു കൊടുക്കും. അല്ലേ? അവരുടെ റൂഹ് 30 ദിവസവും അള്ളാഹുവിന് ഇബാദത്തിലാണ്. പള്ളിയിലേക്ക് മുടങ്ങാതെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മുടങ്ങാതെ തറാവീഹ് നിസ്കരിക്കുന്നവർ, തറാവീഹ് അവർ സലാം കിട്ടിയിട്ട് മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് പോയാലും നേരം പുലരുവോളം അവരുടെ റൂഹ് ഇബാദത്തിലാണ്, അവർ ഖിയാമുൽ ലൈലിലാണ് അവരുടെ റൂഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ലൈലത്തുൽ ഖദറിന്റെ മലക്കുകൾ വരുമ്പോൾ അവൻ്റെ ആത്മാവ് ഇബാദത്തിലാണ്, ഖിയാമുൽ ലൈലിലാണ്. അതുകൊണ്ട് എങ്ങനെ അവർക്ക് നഷ്ടപ്പെടുക? റമളാനിൻ്റെ അവസാനത്തെ ഒറ്റയായ രാത്രികളിലാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി 1 2 റമളാനിൻ്റെ 30 ഏത് ദിവസം സംഭവിച്ചാലും തറാവീഹ് മുടങ്ങാതെ നിസ്കരിക്കുന്നവരുടെ റൂഹ് എല്ലാ ദിവസവും ഇബാദത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറും കൊടുക്കും. ഇനി എന്താ കിട്ടാനുള്ളത്? അപ്പോൾ തറാവീഹ് വല്ലാത്തൊരു പ്രതിഫലമുള്ള സൽക്കർമ്മമാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ഖദ്റും കിട്ടും. റമളാൻ മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലം, സ്വർഗത്തിൽ ഉന്നത പദവി, അള്ളാഹിൻ്റെ സ്നേഹം. ഇനി എന്താണോ നിങ്ങൾക്ക് വേണ്ടത്? പരിശുദ്ധമായ റമളാനിൽ അള്ളാഹു പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മനോഹരമായ രാത്രിയിൽ അള്ളാഹുവിനെ ഓർത്തവരെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല. നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തറാവീഹുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.